ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം അടുത്തിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ സ്കൂൾ തുറന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഇന്നും എൻ്റെ കുണുക്കുമ്പോൾ മുതിരപ്പേര് മതി പറഞ്ഞാലും കാര്യങ്ങളൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ദിവസമല്ലേ ചോറൂണുണ്ട്. അപ്പോൾ അതെന്തായാലും അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ, നമ്മൾ മാറ്റി പിടിക്കുന്നില്ല. അവന് ഇന്ന് മുതിരപ്പേര് കൂട്ടി ചോറിനാണ് ആഗ്രഹം പറയണത്. അപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചു അതെന്നെ മതി എന്ന് വെച്ചിട്ടോ. അപ്പം എന്തായാലും അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. മുതിരപ്പേര് മാത്രം പോരല്ല, എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം കേട്ടോ. ഓംപ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ പണികളിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ രാത്രി രണ്ടിനും പഠിപ്പിച്ച് കിടന്നുറങ്ങുമ്പോൾ അത്യാവശ്യം നേരം എൻ്റെ പാവകൾ നല്ല ഉറക്കാം. വിചാരിച്ചു അവർ ഉറങ്ങട്ടെ, കുറച്ച് നേരം കൂടി അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ പണിക്ക് പോയാലോ. മഴക്കാലം എന്ന് പറഞ്ഞത് ഈ അന്തരീക്ഷം ഇങ്ങനൊരു അവസ്ഥയല്ല കേട്ടോ. ആകെ നനഞ്ഞ് ചെളി പിളി. അപ്പം നമ്മുടെ മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട പിന്നെ അതിനായിട്ട് വെച്ചിട്ട് സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കുണുക്കി ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, കാര്യങ്ങൾ നോക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഞായറാഴ്ച വെച്ച ചിക്കൻ കറി എടുത്ത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പം ഞായറാഴ്ച നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കി ചിക്കൻ കറി. പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമില്ല. പരമാവധി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാണ്ടാണ് ഫുഡുകൾ യൂസ് ചെയ്യാറ്. പക്ഷെ 2 നേരം രാവിലെ രാത്രി ആകുമ്പോൾ നന്നായി ചൂടാക്കി വെക്കും കേട്ടോ. അങ്ങനെ രാവിലെ എനിക്ക് ചിക്കൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഉരുളിന്ന് ഇനി 2 കഷ്ണമുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലാക്കി ഇനി അപ്പം പിന്നെ ഉണ്ണുൾക്ക് സ്കൂൾ കിട്ടുന്ന ദോശയുടെ ഒപ്പം ചിക്കൻ കറി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഉണക്കിന് വേണമെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡായിട്ട് ചിക്കനും ദോശയും. അങ്ങനെ നീ ഉണ്ണികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വാൽപ്പാത്രത്തിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം പിടിക്കുക കേട്ടോ. പിന്നെ കുണുക്കിന് ജഗ് ചില ദിവസങ്ങൾ അവർക്ക് പതിമുഖം മേടിക്കാൻ മറന്നു. അതുണ്ടായത് ഏലക്കായ ഇട്ടിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞൊരു ഏലക്കായ ഇട്ടിട്ട് അതിനെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജഗ്ഗിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് ഉണ്ണുകൾക്ക് ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം വരുന്ന തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്ന നേരമാണ്. പുലർച്ചെ 5 മണിക്കൊക്കെ കഴിക്കണം പക്ഷെ നമുക്കത് പറ്റാറില്ല. നമ്മൾ എണിച്ച് പല്ലേപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ അപ്പോഴേക്ക് ഒരു കോൾ വന്നിട്ട് അതാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ കേട്ടോ. രാവിലെ വെച്ചാൽ ഒരു ഗ്ലാസ് ചായ വെക്കുന്ന പരിപാടി ഉണ്ട്. പക്ഷെ ഇന്ന് ചായയുടെ ആവശ്യമില്ല. എന്നെ ഇന്ന് രാവിലെ ഷുഗർ നോക്കാൻ പോണത്ര അല്ലേ. എന്നിട്ടുള്ള ഫുഡ് അടിയുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? അതിനെന്റെ സ്പീക്കർ എവിടെ? എന്നിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ സാമ്പാറിലേക്കുള്ള പരിപ്പ് കഴുകുക കേട്ടോ. അപ്പം ഞാൻ വെച്ചൊരു കള്ള സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാനും അതിനായിട്ടൊക്കെ ഫുഡ് വീണ്ടും വളരെ കുറച്ച് കാലം ആരും വേണ്ട ഉണ്ണോർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ. പിന്നെ പൊന്നു ഷെബി വന്നാലോ എന്നൊക്കെ വിചാരിച്ചാൽ അവർക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ സാമ്പാർ പരിപ്പ് കഴുകി അടുപ്പത്തിട്ടു. നമ്മളവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് ശബ്ദങ്ങൾ. അങ്ങനെ സാമ്പാർ കഷ്ണമൊക്കെ അതിനായിട്ട് കഴുകിയിട്ടാണ് നന്നാക്കി വെച്ചത്. അതേ നമ്മുടെ കോണിച്ചോടെ ഒരു ബൾബ് ഫിറ്റ് ചെയ്യാട്ടോ. അതിൻ്റെ അവിടെ ലൈറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റഡി ടേബിളില്ല. അപ്പോൾ അവിടെ ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശബ്ദമാണ് ഈ കേട്ടത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ചെറുനാരങ്ങ അതിനാണ് അവിടേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചെറുത്തേനും പിന്നെ തടി കൂടിയിട്ടൊന്നുമില്ല കേട്ടാ. 87 തന്നെ ഉള്ള കേട്ടാ. ഇപ്പൊ ക്ഷീണിച്ചു വീണ്ടും. 77. സോറി, എന്നെ കൊല്ലല്ലേ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീണ്ടും ക്ഷീണിച്ചു ഒന്ന്. എന്റെ ഇടയിലൊന്ന് തടി വെച്ചിട്ടുണ്ട്. അന്ന് വീണ്ടും 88 10 വ്യത്യാസം. എന്തല്ലായ എവിടെ ഉണ്ണിയിൽ എത്ര തടിയില്ലായ ഒന്ന് വന്നേ. നോക്കിയേ ഉണ്ണി ഏത് വശത്തേക്കുള്ളതെന്ന് നോക്കിയേ. ചള്ളല്ല, ഇങ്ങനെ നോക്കയില്ലേ. ആരെ തടിന്നാ സത്യം പറഞ്ഞ ആരെ തടി ആ മയക്ക് എന്തിയേ അവിടെ വെച്ചിട്ടുണ്ടല്ലോ.
കുണിക്കുമ്പോൾ ഉച്ച വരുള്ളൂ. മൈക്ക് വെച്ചിട്ട് അങ്ങോട്ട് വയ്ക്കോ? മൈക്ക് വെച്ചിട്ട് എന്തായി? ഇന്നലെ എന്തായി? മൈക്ക് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ സെറ്റല്ല മോനെ. ഇങ്ങനെയല്ലേ വെക്കതൊക്കെ ഇങ്ങനെ അന്യേട്ടനൊരു പണി അവിടെ അത് കുഴപ്പമില്ല. അന്യേട്ടന് പോയിട്ടുള്ള ഒരു പണി എന്താ വെച്ചാൽ കീശ വെച്ചാൽ മതി, അപ്പൊ മറിഞ്ഞെടുക്കില്ല. അന്യേട്ട് പോയിട്ടുള്ള പണി എന്താ വെച്ചാൽ വെളിച്ചെണ്ണയുടെ പാക്കറ്റ് ഓയിലിലെ നമുക്ക് ഉപ്പേരി മണകിടാം അല്ലേ? എന്നാലും മറിഞ്ഞെടുക്കണം. ഉണ്ണിയുടെ അവിടെ അങ്ങനെ മറിഞ്ഞെടുക്കേണ്ടി കഴിച്ചിട്ടാണോ ഇങ്ങനെ വെയിറ്റ് കുറച്ചത്? നല്ല മരുന്നുകളും കാര്യങ്ങളും തടി കുറക്കാനുള്ള മരുന്നുകൾ കഴിച്ചിട്ടാണോ ഇങ്ങനെ വെയിറ്റ് കുറച്ചത്? ആ, ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. നല്ല കാര്യം. അതല്ല, അത് അവര് കുറ്റപ്പെടുത്തിയിട്ടല്ല. സംശയം തീർക്കണല്ലോ. പട്ടിണി കിടന്നിട്ടാണ് മക്കളെ. ഞാൻ ഒരു ഗുളികളോ ഒരു മരുന്നുകളോ തടി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അനാവശ്യമായിട്ട് ഒരു മരുന്നുകളും എന്റെ ശരീരത്തേക്ക് ഞാൻ ഓൾറെഡി എന്റെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കുറെ മരുന്നുകൾ കേറുണ്ട്. സ്റ്റീറോയിഡ് അതൊക്കെ കയറിയും അതിന്റെ ഇതിനൊക്കെ ആയിട്ട് മരുന്നുണ്ട്. പിന്നെ അലർജി ഒക്കെ ഇഷ്ടംപോലെ ഗുളികൾ കയറിക്കൊണ്ടിരിക്കുമ്പോ അതില് അപ്പുറത്തേക്ക് ഒരു ഗുളിക ഞാൻ കഴിക്കഴിഞ്ഞാൽ തയ്യാറല്ല. അങ്ങനെ തടി കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് കുറെ മുന്നേ തുടങ്ങായിരുന്നു. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ സത്യസന്ധമായിട്ട് പറയാലോ, ഫുഡ് ഡയറ്റിങ്ങിൽ തന്നെയാണ് ഇത്രയും വെയിറ്റ് ഞാൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചത് ഫുഡിന്റെ ഡയറ്റിങ് തന്നെയാണ്. പരിപ്പ് മേടിച്ചില്ല ഡിപ്രഷൻ. അന്ന് പരിപ്പ് ഉണ്ടായില്ല അവിടെ. കടലപ്പരിപ്പ് അത് രസമില്ല. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണി തടി കുറയ്ക്കുന്നതിന് ഞാൻ കൂട്ടു നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ണിയുടെ തടി ഈ കുറയ്ക്കാ ഭംഗിയുടെ കാര്യമാണ്. ഇനിയിപ്പോ ഈ ചെക്കൻ്റെ അന്തിയുള്ളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ഉണ്ണി തടിയുള്ളത് ഇഷ്ടം. ഇപ്പൊ വയ്യാത്ത കാരണം തടി കുറയ്ക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ അച്ഛനോ മക്കളോ എന്നെ അനുവദിക്കാറില്ല കേട്ടാ. അങ്ങനെ ചെറിയ കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അച്ഛനും മക്കളോ തടി കുറയ്ക്കാൻ സമ്മതിക്കാറില്ല. ഇപ്പൊ വയ്യാണ്ടായോട് കൂടിയിട്ടാണ് ഇവരായാലും. പിന്നെ സത്യം പറഞ്ഞ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം പിന്നെ എന്താ പറയാ, കുണിക്കിന്റെ സ്കൂൾ വെക്കേഷൻ കൂടിയപ്പോ എനിക്ക് ശരിക്കും ഡയറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. പക്ഷെ ഒന്ന് ഞാൻ അപ്പോഴും കണ്ടോളൂ, ഫുഡ് ഒരുപാട് അളവിൽ ഞാൻ കഴിച്ചിട്ടില്ല. ആ കാര്യം എനിക്ക് ഒരുപാട് കൂട്ടിയിട്ടില്ല. ഞാൻ ആ ഒരു ലെവലില് എനിക്ക് നിന്ന് പോരാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ. ഞാൻ എന്ന് രാവിലെ ആദ്യം പോയി നോക്കി ഞാൻ വെയിറ്റ് കൂടിയെന്ന് വെച്ചാൽ ഇനിയിപ്പോ തടി ഒന്നുകൂടി ഇതാവണമെങ്കിൽ അതായത് ഒഴിച്ചില്ല അത് ഡോക്ടർ വേണ്ട. അതായത് ഈ തടി ഇനി കുറയണമെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യണം, ശരീരം സ്റ്റീം ചെയ്യണം, ഒരു ഒഴിച്ചിൽ നടത്തണം. ഒരാഴ്ച സ്റ്റീം ചെയ്യണം. ഒരാഴ്ച നമുക്ക് ഉണ്ണാൻ സ്റ്റീമിനും കാര്യങ്ങളും പോകാൻ പറ്റില്ല. എന്നാലും 2 ദിവസം 3 ദിവസം പോയിട്ട് സ്റ്റീം ചെയ്ത് ഒന്ന് ഒഴിച്ചിൽ നടത്തണമെന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകട്ടോ. അതിലുപരിക്ക് ശരീരവേദനയിലാണ് ഈ ഒഴിച്ചിൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഇപ്രാവശ്യം പോയപ്പോ ആസ്റ്റർന്ന് സൗമ്യ ഡോക്ടർ പറഞ്ഞിട്ടാ. എന്തായാലും എന്നെ കാണുമ്പോ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചില ചുരിദാർ ഇടുമ്പോ ഉണ്ണി ഉണ്ണിക്കൊരു അഹങ്കാരായിക്കോട്ടെ, എന്റെ മോളാന്നോ ചോദിക്കുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ്. അഹങ്കാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ല, എനിക്ക് എന്റെ സംബന്ധിച്ച് എനിക്ക് ഇന്നായാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് അന്നേട്ട ഗൾഫിൽ നിന്ന് വരുമ്പോ അന്നേട്ടനെ കണ്ട എനിക്ക് പോലും മനസ്സിലാകാത്ത രൂപയെന്ന് ചോദിച്ചേക്ക്. ഞാന് ഇവിടുന്ന് പോകുമ്പോഴുള്ള അന്നേട്ടനെ ഞാൻ പ്രതീക്ഷിക്കണം. ഇവിടുന്ന് പോകുമ്പോ അത്യാവശ്യം നേറും നല്ല ഉണ്ടപ്പം ഭയങ്കര ഒരു അന്നേട്ടാ. അന്ന് വീഡിയോ കോളും കാര്യങ്ങളൊന്നും അന്നിങ്ങനെ ഇല്ലല്ലോ. ദൈവമേ, അന്നേട്ടനെ വെയിറ്റിങ്. അതായത് ജനുവരി 2-ാം തീയതി അന്നേടെ കല്യാണം കഴിഞ്ഞത് നവംബർ 15-ാം തീയതി. ജനുവരി 2-ാം തീയതി എന്നോട് ഗൾഫിൽ പോയി. പിന്നത്തെ ജനുവരി 2-ാം തീയതി എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ വേറെ പിള്ളേരെ കണ്ടുപോട്ട് കെട്ടിപ്പിടിച്ച് ജനുവരി 2-ാം തീയതി അതിനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി വരും. ആ സമയത്ത്
ടെലിഫോണിന്റെ വയറിങ് നടക്കണ സൈഡ് ചാല് വെച്ചാലും വണ്ടി വരുന്നില്ല. അപ്പൊ ഏട്ടന്റെ മോനെ കൊണ്ടുവരാൻ പോയിട്ടാണ്. അപ്പൊ ശരിക്കും ഞങ്ങളുടെ റൂമിന്റെ ഡോറ് തുറന്നിട്ട് ഉമ്മാർത്തെ റൂമിട്ട് ഞങ്ങളുടെ അപ്പൊ റൂമിന്റെ അങ്ങ് അച്ഛരാജപ്പേട്ടന്റെ വീടിന്റെ അവിടെ വരകി കാണാം. അപ്പൊ എന്റെ എല്ലാം പണി കഴിഞ്ഞ് 10:30 ആകുമ്പോ 11 മണിയാകുമ്പോ എന്നിട്ട് എത്തും. അപ്പൊ എന്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് നിക്കുമ്പോ ഏതൊരു കരിമ്പാടം വരുന്നുണ്ട്. ചേട്ടനെ കണ്ടിട്ട് അറിയണില്ല ഞാന്. അപ്പൊ സന്തുമ പെട്ടിക്കൊണ്ട് വരണ്ട്. അതിന്റെ പിന്നിലെ അതിനേട്ട് വരണ്ട്. സുഭാഷ് ഉണ്ടല്ലോ അന്ന് വീട്ടില്. അപ്പൊ അതിനേട്ട് വന്നേശം ഉമ്മാർത്ത് എന്നിട്ട് ഉമ്മാർത്തെ അമ്മ ഇരിക്കുന്നുട്ടാ. അമ്മ വന്നേശം അതിനേട്ട് ഞാൻ ശ്രദ്ധിക്കണ്ടേ, ഞാൻ എന്നെ അന്വേട്ടന് കാണില്ല. അന്വേട്ട അവിടെ തൊട്ട് വരുന്നത് ഞാൻ അന്വേട്ടന്ന് കാണുന്നേട്ടാ. അന്വേട്ടൻ ഏതൊരാൾ വന്നു മാത്രം പറയട്ടെ. അപ്പൊ അന്വേട്ടനെ കണ്ടു. അപ്പൊ അന്വേട്ടൻ വന്നേശം അമ്മ ഇങ്ങനെ ഇരിക്കുന്നുട്ടോ. അതായത് ഇങ്ങനെ ഡോറ് ഇവിടെ അമ്മ ഇരിക്കുന്നുണ്ട്. ഹലോ വിളിച്ചു. അപ്പൊ ഞാൻ ഇറങ്ങി വന്നില്ല, അമ്മ വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്താടാന്ന് എന്താ വിളിച്ചു. അപ്പൊ സുഭാഷ് നല്ലത് ഇങ്ങളെന്നല്ല അന്വേട്ടൻ വിളിച്ച ആളെന്നെ കാണല്ലേ. ആ കുടുംബാണ് ഇങ്ങളെന്നല്ല അന്വേട്ടൻ വിളിച്ച ആളെന്നെ കാണാനില്ല. അപ്പൊ വീണ്ടും ഹലോ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പതുക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ആയിരിക്കും. അന്ന് എന്നെ കൂട്ടുകുടുംബല്ലേ ഉണ്ണീന്നൊന്ന് വിളിക്കണോണ്ടല്ല. അപ്പൊ അന്ന് അങ്ങനെ വിളിക്കണോന്ന് പേടി, കൂട്ടുകുടുംബത്തിലുള്ള പേടിയൊക്കെ എല്ലായിടത്തും. അമ്മനെ നല്ല എന്നിട്ട് അറിയാണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഒരു വൈരാഗ്യം നിൽക്കുന്നുണ്ട്. വരുമ്പോ അതായത് അന്നേട്ട കല്യാണം കഴിഞ്ഞേക്കാൾ മുന്നേ പോയിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ ഏട്ടന്റെ അടുത്തും പാസ്പോർട്ട് ഏട്ടന്റെ അടുത്തും ജോലി. അപ്പൊ ഈ നാട്ടിൽ പോണ എന്റെ പാസ്പോർട്ട് വേണം. എന്തിനാ ഇപ്പൊ നീ നാട്ടിൽ പോണ? എനിക്ക് എന്റെ അമ്മേനെ കാണുന്നു പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് ആ വരവില് ഒരു കൊല്ലത്തിപ്പിക്കാനാണ് എനിക്ക് നാട്ടിൽ പോണെന്നാണ്. അപ്പൊ എന്തിനിപ്പോ നീ പോണ? എനിക്ക് എന്റെ ഭാര്യ കേക്കണം കഥ കേക്കണം. ആ എനിക്ക് എന്റെ ഭാര്യനെ കാണുന്നതാണ്. അതേപോലെ ആയിട്ട് വിളിച്ചാൽ പോണത്. ഇപ്പൊ ഇങ്ങനെ കാണാനൊന്നല്ല, ഭാര്യ ഓൾറെഡി അമ്മയ്ക്ക് അത് ദേഷ്യണ്ട് വരുമ്പോ അതിന്റെ ഒരു ഹലോ നമ്മുടെ വിളി. ഓക്കെ അപ്പൊ ഞാൻ വന്നു നിന്നിട്ട് ദൈവം ഈ മനുഷ്യ ഏതാ ഇനിയിപ്പൊ എന്റെ ഏട്ടനെ ചെറി മാത്രം എന്റെ ഏട്ടൻ ചെറിക്കുമ്പോ മാത്രം എന്റെ ഏട്ടന്റെ ഷേപ്പുണ്ട്. ബാക്കി വേറെ രൂപം കറുത്ത് തടിയൊന്നും ഇല്ലാണ്ടേ. അപ്പൊ എങ്ങനെ നോക്കിക്ക പിന്നീട് വെള്ളം ചോദിക്കണെങ്കിൽ എന്നാലും നോക്കിക്ക. അത് അതിനോട് ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വെള്ളം എടുത്തോണ്ട് വെച്ചപ്പോ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് വന്നുട്ടാ. അപ്പൊ ഞാൻ ആ സമയത്താണ് നമ്മുടെ അവിടുന്ന് ഒരു ടാക്സി ഡ്രൈവറിനെ തട്ടിക്കൊണ്ടായിട്ട് ആളെ നിമിഷം വരെ വന്നിട്ട് ആള് ചെയ്യുന്നോണ്ട് രൂപ ആള് വന്നിട്ടില്ലല്ലോ. ആള് വന്നിട്ടില്ല. അപ്പൊ ഇനി വല്ലൊരു തട്ടിയെടുത്തിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടാവോ? അന്വേന്റെ വയസ്സ് 16 അപ്പൊ അന്നത്തെ കാലം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കണം ചിന്താഗതി പോണ കാര്യം നിങ്ങൾ ആരെയും അന്വേട്ടനല്ലായിരിക്കോ വേറെ വല്ല ആളായിരിക്കോ? ഷേപ്പൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് പോകുമ്പോ. നല്ല വെളുത്തിട്ടുള്ള മനുഷ്യ നല്ല വെളുത്ത് ഭംഗിയുള്ള മനുഷ്യ കരിമാടിയുള്ള കരിമാടി ആയിക്കോട്ടെ. അങ്ങനെയും പറയാൻ പാടില്ല. കരിമാടി ആയാലും മനസ്സിലായില്ലേ? ഈ വയസ്സ് കുറഞ്ഞവരെ കല്യാണം കഴിച്ച് എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ അനുഭവിക്കണം മനസ്സിലായില്ലേ? അതല്ലേ ഞാൻ സത്യമായിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ച കാര്യം. അപ്പൊ വെള്ളം കൊടുക്കും നോക്ക്. എങ്ങനെ വെള്ളം കൊടുത്ത് നിങ്ങൾ വെള്ളം എങ്ങനെ മേടിച്ച് വെള്ളം ഇങ്ങനെ മേടിക്കുക? ഇങ്ങനെ മേടിക്കാറുള്ള എപ്പോഴും അല്ല അത് പണ്ടത്തെ ശീലാണോ? അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ ശീലം അങ്ങനെ മേടിച്ചാൽ കിട്ടില്ലേ. അപ്പൊ വെള്ളം മേടിച്ചപ്പോ തൊട്ടിട്ട് എന്നോട് ഞാൻ അപ്പോഴും ഇങ്ങനെ നോക്കുന്നു. അപ്പൊ എന്നോട് എന്ത് ചോദിച്ചു? ഒന്നുമില്ല പറഞ്ഞു. പിന്നെ ക്ലാരിറ്റി കിട്ടിയത് രാത്രി. അതുവരെ സംശയം. മനസ്സിലായില്ലേ? ഇപ്പോഴും മനസ്സിലായില്ലേ? കുട്ടി കുറുമ്പിന്റെ ഞങ്ങൾക്ക് ആലോചിക്കാൻ ഞങ്ങൾക്ക് ചെറുക്കൻ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിലൊന്നും ഒരു ഇതുമില്ല. ഞങ്ങളുടെ ലൈഫില് ഞങ്ങളുടെ സത്യമായിട്ടുള്ള കാര്യമില്ല. അല്ല ഞാൻ പറയാൻ വന്ന അപ്പോഴും അതൊക്കെ ആ വന്നതിന് പിറ്റേ ദിവസമായിരുന്നു എന്റെ ചേച്ചിയുടെ കൂട്ടർ 90.
അതിന് പോകുമ്പോഴും ഈ മനുഷ്യനെ വെറുത്തിട്ടൊന്നും അതിനെ കറുത്തിട്ട് എന്നിട്ട് മാറി നടന്നിട്ടൊന്നും അത് മാറി നടക്കൊന്നുമില്ല. അത് മാറി നടക്കും. വിഷമുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. എനിക്കൊന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അടുത്ത പരിപാടി നോക്കട്ടെ. ആ കണ്ണു നിറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അന്വേഷണല്ലോ വേറെ ആർക്കാരും തട്ടിക്കൊണ്ടുണ്ടാവുന്നല്ലേ വിചാരിച്ചു. എന്നാലും വെളുത്ത് പോയാൽ കറുത്ത് കന്നൊക്കെ പറഞ്ഞ വിഷമൊന്നുമില്ല. കാര്യമില്ല. അങ്ങനെ കൊറേ കഥകളുണ്ട് മക്കളെ. ഓരോ ദിവസം ഓരോ കഥകളായിട്ട് വരാം. അതായത് നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് വരുമ്പോ നമ്മുടെ ലൈഫ് 15 വയസ്സായ ആളെ കല്യാണം കഴിച്ച് എന്തൊക്കെ അനുഭവിക്കുന്നുള്ള മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാക്കിയോളേട്ടാ. വയസ്സിന് മൂത്താലും കുഴപ്പമില്ല. വയസ്സിന് ഞാൻ എന്റെ മോനെ പെണ്ണെന്നെ തന്നെ മതിട്ടാ. ആഗ്രഹത്തെ കൊടുക്കലോട് വാക്ക് പറഞ്ഞു. എന്റെ മോണ്ടല്ലേ കാലല്ലിരിക്കും നമ്മ കണ്ടെത്തിരുന്നാള് കെട്ടിച്ചനെ. ഇങ്ങനെ എന്തൊക്കെ വിഷമങ്ങളുണ്ട്. ചെറിയ ചെറിയ ഇങ്ങനത്തെ സന്തോഷവും കാര്യങ്ങളാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും കുടിക്കാനുള്ള വെള്ളം. അപ്പൊ ഞാൻ അങ്ങനെ ഞങ്ങളുടെ ചെറിയ ചെറിയ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ രണ്ടാമത് പണിയൊക്കെ എടുക്കുമ്പോൾ ഓരോന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സത്യമാണ് വീട്ടിൽ പണിയെടുക്കുക. അത് ഭയങ്കര ഒരു എനർജിയാണ് മനസ്സിൽ അന്നത്തെ ആ ഒരു കാലഘട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മളൊരു ബോട്ടിൽ 2 ബോട്ടിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു ചെറിയ ബോട്ടിൽ മറ്റേ അടക്കളയിരുത്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് പരിപ്പിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ്, കായം അതിട്ടിട്ട് നന്നായി തിളപ്പിക്കാതെ കള്ളത്തരത്തിലുള്ള സാമ്പാർ ഇടാം. എന്താ വെച്ചാൽ അരച്ച് വെച്ചാലൊന്നും ഇനി കഴിക്കവിടെ ആരും ഇല്ല. പിന്നെ നമ്മളിവിടെ അപ്പുറത്ത് മുതിരപ്പേരി ഉണ്ടാക്കട്ടെ. കുണുക്ക് ഇന്നലെ തീർത്തും പറഞ്ഞിട്ട് ജൂൺ 1 ഞാൻ മുതിരപ്പേരി വെച്ചിട്ട് പറ്റും. അപ്പോൾ അത് കൂട്ടി ചോറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് പറഞ്ഞു ഇന്നും മുതിരപ്പേരി മതി അമ്മ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഞാൻ മുതിരപ്പേരി തന്നെയാണ് കേട്ടോ വെച്ചത്. അത് പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ കുന്നോളംകാർക്ക് പ്രത്യേകിച്ച് മുതിരോടെ എന്തോ ഒരു കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വരെ വീട്ടിൽ എല്ലാവർക്കും മുതിരപ്പേരിയോട് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് മുതല വെച്ചിട്ട് ഉണ്ണുകൾക്ക് മാത്രമായിട്ട്. പിന്നെ ഞാൻ എനിക്കൊരു തക്കാളിയും ഒരു സബോളയൊക്കെ ഒന്ന് കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് വയ്ക്കും. പിന്നെ ഞാനൊരു 6 കുഞ്ഞ് ദോശ ഉണ്ടാക്കി കേട്ടോ. 6 ഉണ്ടാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ 2 ഉണ്ണുകൾക്ക്, ഒരു 4 ഉണ്ണുകൾക്കും പിന്നെ അച്ഛൻ്റെ കൂടിയിട്ട് അങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ട് ഒരു 6 ഉണ്ടാക്കിയിട്ടാ. പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ഉണ്ണുകൾ മാത്രമേ കഴിച്ചുള്ളൂ. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ദോശ കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത വീട്ടിലത്തെ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അന്വേഷണ ഷുഗർ നോക്കാൻ ഹോസ്പിറ്റലിൽ പോകണതിന് പിന്നെ അവിടെ ഒന്നും കഴിക്കാനും പറ്റില്ല. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ണുകൾക്ക് നല്ല നല്ല കുട്ടി കുട്ടി ദോശകൾ ഉണ്ടെങ്കിൽ അവർക്ക് സോഫ്റ്റായിട്ട് കഴിക്കാൻ കുഞ്ഞ കാസറോളും ഞാൻ ഇട്ട് വെച്ചോട്ടെ. അങ്ങനെ നമ്മൾ സാമ്പാറിലേക്ക് ഉപ്പൊക്കെ ഇട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് സെറ്റാകുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് അത് വെന്ത് ഏകദേശം ചേന വേവാൻ കുറച്ച് താമസമാണ്. ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും വെന്ത് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഇട്ടത് എന്താണെന്ന് പറയുക, വെണ്ടക്കായ ചെറിയ തീയിലിട്ടിട്ട് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ സാമ്പാറിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് വേവിക്കില്ല. അങ്ങനെ അപ്പോൾ ഉടഞ്ഞ് കൊഴുപ്പ് കൂടും സാമ്പാറിലേക്ക്. അപ്പോൾ അതൊന്ന് വടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പുളി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുമ്പോൾ എല്ലാം സെറ്റാണ്. നമ്മൾ ദോശ ചുടലൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്കിത് അത് സാമ്പാറിന് കുറച്ച് അധികം കട്ടി വേണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദോശത്തട്ട് മാറ്റി സാമ്പാറിനൊരു ചീഞ്ചട്ടിയിൽ കടുക് എണ്ണ ഒഴിച്ചു, എണ്ണയില വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, മുളകും കറിവേപ്പില ഇട്ടു. പിന്നെ ഞാൻ പൊടി ഇടുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, സാമ്പാർ പൊടി 2 ടീസ്പൂൺ, നുള്ള മഞ്ഞൾപ്പൊടി, സാമ്പാർ കായ് ഇതൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ട്. സത്യം ഈ സാമ്പാറിലേക്ക് ഒരു തരി മല്ലിയില വേണ്ടതായിരുന്നു. എൻ്റെ ഇത് മല്ലിയില ഇല്ലാത്ത ഇങ്ങനെ അത് ഇട്ടിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഇത് ധാരാളമാണ് ഇങ്ങനെ സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകേണ്ടി മുട്ട ഓംപ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് അധികം ഇഷ്ടമില്ലാത്തൊരു വ്യക്തി. പക്ഷെ അതൊക്കെ ഇനി കഴിച്ച് ചെയ്യും. വേറെ സ്കൂളിൽ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇന്നലെ കൊടുത്തയച്ചതും ഇന്ന് കൊടുത്തയച്ചൊക്കെ നമുക്കത് കഴിച്ചു കിട്ടാം. പിന്നെ നമ്മൾ സാമ്പാറായി ദോശയ്ക്കുള്ളത്. ഇനി ചട്നി അരക്കേണ്ടി നാളികേരം ചെരുകാട്ടോ. അപ്പോൾ ഈ നേരത്തെ അതിനായിട്ട് വീട് അടിച്ചുടയ്ക്കുകയാണ് കേട്ടോ. രാവിലത്തെ അടിച്ചു തുടങ്ങൽ അതിനായിട്ടാണ് വീട് അടിച്ചുടയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്നി പച്ചമുളകും നാളികേരും ഉപ്പൊക്കെ ഇട്ടിട്ട് ചട്നി അരച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും
ഇട്ടിട്ടില്ല. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പിലും വറ്റൽമുളകും ഇട്ടിട്ട് നമ്മൾ കാച്ചി കൂട്ടി. അങ്ങനെ നമ്മുടെ ചട്നി റെഡി. ഇനി എന്താ, നമ്മുടെ അടുക്കള ക്ലീനിങ് ആണ് അടുത്ത പരിപാടി കേട്ടോ. ഇനി ഇത്ര നേരത്തെ പണിയൊക്കെ എടുത്തതിൻ്റെ പാത്രങ്ങൾ കഴുകാട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു അടുക്കള ആയതുകൊണ്ട് പണികളും സിങ്ക് നല്ല കുണ്ടാട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ നമുക്ക് മുഷിഞ്ഞ് അതൊക്കെ അതിൽ വെച്ച് മൂറിയെടുക്കാൻ ഭയങ്കര സൗകര്യം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ പാത്രം കഴുകലാണ് ഇതേ പനിയായിട്ട് കണ്ടോ. എൻ്റെ ബാക്കിൽ വന്നിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനുവേൻ്റെ തുടയും കഴിയാറായി, എൻ്റെ അടുക്കളയിൽ ഡ്യൂട്ടി കഴിയാറായി. അങ്ങനെ അടുക്കളയിലൊക്കെ പണി കഴിഞ്ഞതിനോടുകൂടി നമ്മൾ കൊടുക്കുമ്പോൾ ഫുഡ് ആക്കാണ്ട് ഇപ്പുറത്തെ അടുക്കളയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ കൊടുക്കല് ചോറിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് അവർക്ക് ചോറിട്ട് കൊടുക്കുമ്പോൾ അവർ വിശപ്പ് മാറുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആ ചോറൊക്കെ തുടച്ചിട്ട് കൊടുത്തു. പിന്നെ തികയാണ്ട് വരരുത്, അവൻ്റെ വയറ് നിറയണം. പിന്നെ നമ്മൾ മുതിരുപ്പേരി, ഒരു നുള്ള് നാരങ്ങച്ചാറ് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് ആ മുട്ട ഓംപ്ലേറ്റ് വെച്ച് കൊടുത്ത്, പിന്നെ ഈ ഉപ്പേരും തൈരും കൊണ്ട് ചോറിനെ കുണക്കനും കുണിക്കൊക്കെ ഒക്കെ ഇഷ്ടമാണ്. ഇവർ സത്യം പറഞ്ഞാൽ കുഞ്ഞൻ്റെയും വേറൊരു ഇതിട്ട് സാധാരണ പൊന്നേൻ്റെയും ചെറുപ്പക്കാരൻ തന്നെയാണ് വരൽ എനിക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ടവലുകളൊക്കെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ചോറ് പുതിനേൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കുണിക്കുമ്പോൾക്ക് ഇന്നലെ ചോറ് വേണ്ട, ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുണിക്കുമ്പോഴുള്ള ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്തു. കുണിക്കുമ്പോൾക്ക് കുപ്പിവെള്ളം മാത്രം മതി. അങ്ങനെ കുണുക്കിക്ക് കഞ്ഞി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട കുണുക്കി കഞ്ഞിയിലാണ്. കുണുക്കുമ്പോൾ ഇതേ ദോശയും സാമ്പാറും ചട്നി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അടുക്കളയിൽ എല്ലാ പരിപാടി കഴിഞ്ഞു കിട്ടും. അതേ കണ്ട ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അടുക്കളൊക്കെ. കുഞ്ഞുങ്ങൾക്ക് കഴിച്ചു പോകാനുള്ള ഫുഡ് ഞാൻ ഇവിടേക്ക് വെച്ചോളൂ. ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകണമെന്ന് ധൃതിയിൽ എടുക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഈ അടുക്കളയും ക്ലീൻ ആയിട്ട് കേട്ടത്. ഇവിടെ ഈ ബക്കറ്റ് തന്നെയായിട്ട് ചൂടുവെള്ളം എടുക്കാണ്ട് വെച്ചതാട്ടാ. ബാക്കിയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ആകെ ഇനി ഈ ഒരു പാത്രം കൂടെ ഉള്ളൂ, അതുകൂടി കഴുകി വെക്കാം. ബാക്കിയൊക്കെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാട്ടാ. പണിയൊക്കെ കഴിഞ്ഞതായി. അടുക്കള ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ആഹാ അന്താസ്. ഷേവ് ചെയ്യണം കേട്ടോ. സമയത്ത് ചെയ്യണേട്ടാ 9 മണി ഉണ്ട് കേട്ടാ. ഇനി 9:05 വെച്ചാടപ്പെടാ. വാ വാ വാ. കുണുക്കുമ്പോ ഭക്ഷണം കഴിക്കായിരുന്നിട്ടില്ലേ? കുണുക്കുമ്പോ ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ടല്ലോ അവിടെ. ഈ ഒരു നേരം എന്ന് പറഞ്ഞാല് നല്ല തിക്കും തിരക്കാണ്. കുണിക്കുമ്പോള് അറിയാഞ്ഞിട്ടൊന്നല്ല, ഉറങ്ങണവരെ ഏൽപ്പിക്കാം. പക്ഷെ ഉറക്കം നടിക്കണവരെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് വേവാ പല്ല് തേക്ക്. ബ്രഷ് അവിടെ എവിടെ വെച്ചില്ലപ്പ? അവിടെ പുറത്തു നിന്നിട്ടാണ് ഷേവ് ചെയ്യാറ്. പക്ഷെ അവിടെ പണിക്കാരുണ്ട്. ഞാൻ ചോദിച്ചു ആരും കാണണ്ടാന്ന് ഷേവ്. അല്ല ആരും കാണില്ലല്ലോ. നേരിട്ടാരും കാണില്ല. അല്ല ഇത് എൻ്റെ അനിയേട്ടൻ്റെ കാര്യമാണ്. അനിയേട്ടൻ ആരെങ്കിലും അവിടെ വെച്ചിട്ട് വേണ്ട കൂടെ അത് വീഡിയോ എടുക്കുമ്പോ ആരെങ്കിലും കാണോട് കുഴപ്പമുണ്ടോ? അപ്പൊ നമുക്ക് പിന്നെ ആ ചമ്മലിന്റെ മുഖത്ത് കാണില്ലോ. അങ്ങനെയാണല്ലേ. വേറെ എന്തൊക്കെയോ തെറ്റടിച്ചു മോനെ. ഓ ദോശയ്ക്ക് മുന്നേ ദോശയ്ക്ക് അപ്പിടാൻ പോയാ വായോ. കുളിക്കീനത്തെ പല്ല് തേക്ക് ബ്രഷ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നും ഷേവിംഗില് വല്ലാണ്ട് ഡീപ്പാക്കണ്ടാട്ടാ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. ഇന്ന് ആശാനെ ബ്ലഡ് എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകണം. ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സിസ്റ്റർമാരൊക്കെ ഉള്ളല്ലേ. അപ്പം ചുള്ളനാവാന്ന് വെച്ചാൽ മോഞ്ചാതി അച്ചടാ ചുന്ദര കുട്ടനല്ലേ. അച്ചടാ നമ്മുടെ മോനല്ലേ, സുന്ദരനല്ലേ. സുന്ദരാ എന്തോന്നും മിണ്ടാത്ത എന്തോന്നും മിണ്ടാത്തന്ന്. മുറിഞ്ഞാലോ ചാരോ
ഇല്ലാണ്ട് അപ്പൊ അങ്ങനെയല്ലല്ലോ. എന്താ എന്താ പറഞ്ഞ ചെറിയ കല്യാണം കഴിച്ചാ ഇതൊന്നും പറഞ്ഞില്ലേ, പറ കറക്റ്റ് പറഞ്ഞ ഞാൻ കേട്ടില്ല. ഒന്നും പറഞ്ഞില്ലേ, എന്തെങ്കിലും പറയണെങ്കിൽ ഇപ്പൊ പറയണേ. ഒന്നുമില്ലേ, കഴുത്തുമ്മയാണ് ബ്ലേഡ്. ഒന്നുമില്ല. ഓക്കെ, ഇത് കുറച്ച് വർഷമായിട്ട് ഇപ്പൊ ഈ പണി തുടങ്ങിയിട്ട് ഇനി കാശ് ബില്ലിട്ട് കഴിഞ്ഞാ ഈ സ്വത്ത് മൊത്തം എന്റെ പേർക്ക് എഴുതേണ്ടി വരും. കേട്ടാണാവോ? വാ വാ കുണുക്ക് വാ, അന്ന് കഴിക്ക. ഒന്ന് മുഖത്ത് വിളിച്ച വാ. ആടെ അമ്മയുടെ മോളിൽ ചെന്നുണ്ട്. വാ വാ പല്ലേക്ക് പിന്നെ അങ്ങനെ ധ്യാനൻ്റെ ഷേവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഉണ്ണിയോളെ വെളിച്ചെണ്ണ ഏൽപ്പിക്കട്ടെ. മേത്തൊക്കെ വെളിച്ചെണ്ണ തേച്ച് നല്ല വെന്ത വെളിച്ചെണ്ണയില്ലേ, അതാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. ഹൈലൈറ്റ് മാളിൽ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മേടിച്ചത്. പക്ഷെ നല്ല വെളിച്ചെണ്ണ കേട്ടോ. അങ്ങനെ രണ്ടാളെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു കേട്ടോ. ഇവർ രണ്ടാളും കുളിപ്പിച്ച് വിട്ടു. ഇവർ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ കുളിക്കേണ്ട നേരം കൊണ്ട് അവർ ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ ഞാൻ മേശയുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമായിട്ട് കുളിക്കാൻ പോകും. ഞാൻ വരെ ഡ്രസ്സ് മാറ്റുന്ന നേരം കൊണ്ട് അനുമായിട്ട് കുളിച്ച് തരും കേട്ടോ. ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടാവും, അവരെ ഡ്രസ്സ് ഞാൻ കുളിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റി കൊടുക്കലും ഫുഡ് വെച്ച് കൊടുക്കലും ബാഗിൽ ബുക്കൊക്കെ സെറ്റ് ചെയ്തും കുഞ്ഞിൻ്റെ പരിപാടി ഉണ്ട്. ഇപ്പോൾ ഒക്കെ തലേദിവസം ഞാൻ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെക്കും. രാവിലെ ഈ തിക്കും തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ എനിക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമ്മൾ വയ്യ, സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഭയങ്കരമായിട്ട് ക്ഷീണവും വേദനകളും അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവർ പോണ സമയത്ത് ദൈവം അനുഗ്രഹിച്ച് ഒരു എനർജി കൊണ്ട് ദൈവം തരും. ആ ഒരു എനർജി ഉണ്ട്. ഇവർ സ്കൂളിലാക്കിയ ശേഷം വണ്ടിയിൽ കയറുക എനർജി ഒക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് പോകും. അല്ല നമ്മൾ അത്രയും ടയേർഡാവും ഇവരെ പറഞ്ഞേച്ച് വരുമ്പോൾ. ഭയങ്കര ഹോസ്പിറ്റലിൽ കത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ വെറും പച്ചവെള്ളം മാത്രം കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും കഴിച്ചിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെറുനാരെങ്കിലും കുറച്ച് തേനെങ്കിലും വെച്ച് കുടിച്ചിട്ടുണ്ട്. വണ്ടി നിർത്താൻ ഗ്യാപ്പില്ലേ? ഗ്യാപ്പില്ലേ? ഇല്ല 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 ഇല്ല. യെസ്, രാവിലെ നേരല്ല മോനെ പച്ചക്കാരൻ്റെ അടുത്ത് ഗ്യാപ്പിൽ നോക്കിയേ ഉണ്ട് 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 ഉണ്ട്. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ചിന്തില്ല ഇങ്ങനെ നടക്കാൻ കുറച്ച് മടി ഞങ്ങൾക്ക് ഉണ്ടാക്കും. ഞങ്ങൾക്ക് രണ്ടാൾക്കില്ല. അയ്യടാ പറച്ചില്ലൊക്കെ അങ്ങനെ ഇരിക്കുന്ന മടി കാര്യത്തിലൊക്കെ മെല്ലാം മടി. എൻ്റെ പൊന്നെ നോണയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഉണ്ടാവില്ല ലോകത്തിലല്ലേ. ഗൾഫിലെ കഥയില അനിയാട്ട് ഇപ്പത്തെ അനിയാട്ട് തമ്മിൽ ചെറിയ രാവിലത്തെ. അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ എവിടെ എത്തി? ചായയുടെ അവിടെ എത്തി. അല്ല എല്ലാവർക്കും വലിയ വലിയ ഹോട്ടലിൽ ഐസ്ക്രീം ഫലൂഡ് ഇതൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു 10 രൂപ ചായക്കുള്ളൂ. മുക്കാൽ ഗ്ലാസ് തരുന്നുള്ളൂ, ഫുള്ളാക്കാൻ പറയണം. സ്ഥിരം കസ്റ്റമറാണ്, ഫുള്ളാക്കിയോളാം പറയണം. ഈ ചായക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണേന്ന് പറയണം. അപ്പോൾ ഞാൻ എന്തായാലും ചേട്ടാ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ദോശയും ചട്നി സാമ്പാറിൻ്റെ കാസറോളും എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചായയും കൂടി കിട്ടി ഞങ്ങൾക്ക് ഉണ്ടാക്കും സുഖമായിട്ടിരുന്ന്. നല്ല വിശപ്പായി. അത് ഈ ചായക്കട കാണുമ്പോൾ വിശപ്പ് കൂടണേന്ന് എനിക്ക് തോന്നുന്നു. കേട്ടിട്ടോ ആരെങ്കിലും വരുമോ? ഒരു ഓട്ടോ ഇതിൻ്റെ ഉള്ളിട്ട് എന്ത് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നിരിക്കട്ടെ. ഞങ്ങൾക്ക് കുറച്ച് തണൽ കിട്ടും. അപ്പോൾ ഇന്ന് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ അത് കുറച്ച് നേരം നട്ടെ എടുത്തിട്ടില്ലല്ലോ. ഞാനെടുത്ത് ജസ്റ്റ് നിർത്തുന്നു. അപ്പോൾ ഈ ചായ മേടിക്കാൻ പോകുന്നുണ്ട് കേട്ടെ. ആ ചായയും ഒരു പത്തിരിക്ക് ദോശ ഒന്നും വേണ്ട. ദോശക്ക് നെയ്യല്ല. ഇപ്പം നേട്ടം കഴിക്കുമ്പോൾ വയൽ വെച്ചാന്ന് വെച്ചപ്പോൾ ഒരു വായിക്കും. എനിക്ക് വേണ്ട, എനിക്കൊരു പത്തിരി മതി. ആ പത്തിരി ആകുമ്പോൾ എണ്ണയോ കാര്യങ്ങളോ പച്ചരിയും ചുവപ്പും ചൂടുള്ള തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിലൊരു നാളികേരത്ത് അവിടെ നിന്ന് കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആണ് ചായ അന്വേഷിച്ചിട്ട്. അപ്പം ഞാൻ നേരത്തെ വന്നത് അവർ സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയേർഡാവുന്നുള്ളത് അവർ സ്കൂളിൽ വരുന്നതിൻ്റെ ഇതുകൊണ്ടല്ല കേട്ടോ, പണികൾ കൊണ്ടല്ല. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര മേലുകൈ വേദന, ക്ഷീണം, തളർച്ച. എന്തായാലും എനിക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം ആയി കഴിഞ്ഞ് വരുന്നതോടുകൂടി ആകുമ്പോൾ ബ്ലഡ് കുറയും ശരീരത്തിന്. അപ്പോൾ ഭയങ്കര ഒരു ശരീരത്തിന് വേദന, ഭയങ്കര ബുദ്ധിമുട്ടുകളാട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഈ സമയമാകുമ്പോഴാണ് ഞങ്ങളൊരു ആ ഒരു തിക്ക് ഒരു 2-3 മണിക്കൂറത്തെ തിക്കും തിരക്കും കഴിഞ്ഞ് സമാധാനമായിട്ട് ഒരു വിത്തൗട്ട് ചായ ഒരു പത്തിരി കഴിക്കും കേട്ടോ.
നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് ചായ ഇവിടെ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി. പിന്നെ എന്തോ ഞങ്ങൾക്ക് അവിടെ ആ ഒരു മാവിൻ്റെ ചോട പോയിരുന്ന ഒരു 40 ദിവസം കളയേണ്ടി വരും. എല്ലാ ദിവസവും ഒന്നുമില്ല. ഇപ്പം ഒരു 4 ദിവസമായിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഫുഡും കാര്യം വീട്ടിലൊക്കെ ലെവലാക്കി വീട്ടിലില്ലാഞ്ഞിട്ടല്ലാത്ത പ്രാധാന്യം എന്തോ ഇവിടെ അതിലൊരു വിത്തൗട്ട് ചായ കുടിക്കണം. അപ്പം എന്നോട് പുണ്യ കുടിച്ച് ഗ്ലാസ് ചായ കുടിച്ചാൽ പറയും. അപ്പം ഞാൻ നോക്കിയാണ് എന്താ വെച്ചാൽ അവിടുത്തെ ചായ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടുത്തെ. അപ്പം അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ആ ഒരു 10 പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റിയിരുന്ന എന്തൊക്കെയോ പണികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഉണ്ണോള് സ്കൂളിൽ കൊണ്ട് നേരെ ഇപ്പോൾ അവർ പോയി കൊടുന്നു. അപ്പോൾ ഉണ്ണിയുള്ള ചോറ്റുപാത്രം കാര്യങ്ങളൊക്കെ വൈകുന്നേരമൊക്കെ അത് കഴുകാൻ വേണ്ടി ഇവിടെ തൊട്ടിയിലാണ് കൊണ്ടുവച്ചിട്ട് എന്താ വെച്ചാൽ ഇനി അവർക്ക് അടുത്ത് ട്യൂഷന് പോകണം. അപ്പോൾ ട്യൂഷന് പോകുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ രണ്ടാളും ഡ്രസ്സ് ഊരിയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ വടക്കോർത്ത് കപ്പ് ചൂടുവെള്ളമൊക്കെ വെച്ച് ബക്കറ്റ് വെച്ച് കൊടുത്താൽ ഉച്ച തിരിഞ്ഞുള്ള മേല് കൂടി അവർ ഒറ്റയ്ക്ക് കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ അതും അവരൊറ്റയ്ക്ക് ശീലിപ്പിക്കണമല്ലോ. രാവിലെ ഞാനും അല്ലെങ്കിൽ എൻ്റെ ഏട്ടനും കുളിപ്പിക്കും, ഉച്ച തിരിഞ്ഞ് അവരോട് ഒറ്റയ്ക്ക് കുളിപ്പിക്കും കേട്ടോ. അങ്ങനെ അവർ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ആ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് ഉണ്ണോക്ക് സ്നാക്സ് എന്ത് കൊടുക്കുമെന്ന് വെച്ചപ്പോഴാണ് കേട്ടോ നമ്മുടെ ഫ്രീസറിൽ നഗേഴ്സ് ഇരിക്കുന്നുണ്ട്, ചിക്കൻ നഗേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെട്ടി അത് വറുത്ത് കൊടുക്കാമെന്ന് വെച്ചോട്ടെ. അപ്പോൾ അത് കൊടുക്കുന്ന പരിപാടിയിലാണ്. അപ്പോഴേക്കും അവരെന്തൊക്കെയോ എൻ്റെ ഇടയിൽ വന്ന് ഉണ്ണോള് നമ്മോട് ചോദിക്കുന്നുണ്ട് ഇനി ട്യൂഷന് പോകണം. ട്യൂഷന് പോയി വരുമ്പോൾ ഞാൻ 6 മണി തൊട്ട്. അപ്പോൾ അതുവരെ ഉണ്ണോൾക്ക് വിശക്കാണ്ടിരിക്കണം. പിന്നെ സ്കൂൾ വിട്ടു വന്ന ശേഷം ചോറ് ആവശ്യത്തിന് കൊടുക്കാം. എപ്പോഴും ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണോൾക്ക് ചോറ് മടുക്കും. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ഇതുവരെ എന്തെങ്കിലുമൊക്കെ സ്നാക്സിന് ഉണ്ടാക്കി പിടിച്ചൊക്കെ വെക്കണുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ നേരമൊന്നും കിട്ടിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.